നാടൻ വിഭവങ്ങളുടെ രുചിക്കൂട്ടുമായി രുചി ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ വിഭവമായ ആവോലി പൊള്ളിച്ചതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയും പിന്നെ പെപ്പർ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുളക് എടുക്കാൻ. അപ്പോൾ ഇത് കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ആവോലി പീസസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആ മീനിന് ആവശ്യത്തിനുള്ള പുളിപ്പിന് വേണ്ടി മാത്രമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊരു തിക്ക് പേസ്റ്റ് ആക്കാം. ഇത് നന്നായിട്ട് മീനിൽ പിടിപ്പിക്കണം. അപ്പോൾ ആ രൂപത്തിൽ വേണം ഇത് പേസ്റ്റ് ആക്കാൻ. ഫ്രൈ ചെയ്യാനുള്ള മീൻ തയ്യാറായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് തേച്ചെടുപ്പിച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ മസാല കൂട്ടിയ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മീൻ ഇടുന്നുണ്ട്. ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീൻ കരിഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലുള്ള ഈ മസാല ഒന്നും കൂടി ഇതിലേക്ക് പിടിപ്പിക്കുന്നുണ്ട്. എക്സ്ട്രാ മസാല ഉണ്ടെങ്കിൽ അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം. മീൻ 2 സൈഡും ഏകദേശം ഈ പരുവത്തിൽ ഫ്രൈ ആയി കിട്ടണം. സാധാരണ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാറ് നമ്മളൊരു ഫുൾ ഫിഷ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതുപോലുള്ള കഷ്ണം മീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മീൻ പൊള്ളിച്ചത് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലത്തെ നാടൻ ഡിഷസിനൊക്കെ നമ്മൾ മൺചട്ടി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവേൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവ ചേർക്കണമെന്നില്ല. ഡയറക്റ്റ് ഉള്ളി ചേർത്താൽ മതി. മീനിലേക്ക് ഉലുവയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനതുകൊണ്ടാണ് ഉലുവ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ലാതെ സവോള ചേർത്തിട്ട് ഉണ്ടാക്കാം. സവോള കൊത്തി അരിഞ്ഞിട്ട് നമുക്കിതുപോലെ വഴറ്റെടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ സവോളയും ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അത് വഴറ്റിയതിന് ശേഷം സവോള ചേർത്താൽ മതി. കാരണം ചെറുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അതൊപ്പം ചെയ്യുക. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവോള കൊത്തി തന്നെ ചേർക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. ഏകദേശം ഈ പരുവത്തിലാവണം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും ചുവന്ന മുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം.
ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ആ മീനിലേക്ക് ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് മസാലയിലേക്കുള്ള ആവശ്യത്തിനുള്ള പേസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒരു 1.5 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 1.5 തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വേവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇത് ഞാൻ കുറച്ച് വറ്റൽ മുളക് ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തതാണ്. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ഞാനൊരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടത്. ഇത് ടോട്ടൽ ഒരു 3 ടീസ്പൂൺ ഉണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എരിവ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ശരിക്കും ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് അത് നന്നായിട്ടൊന്നൊരു പേസ്റ്റ് രൂപത്തിലാവണം. ഇത് ശരിക്കും നല്ലൊരു സ്പൈസി ഡിഷാണ്. പച്ചമുളകും ക്രഷ്ഡ് ചില്ലിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു സ്പൈസി ഡിഷ് തന്നെയാണത്. മീൻ പൊള്ളിച്ചതെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ എരിവും നല്ലൊരു പുളിപ്പൊക്കെ ഉള്ളൊരു ഡിഷ് തന്നെയാണല്ലോ. ഇപ്പോൾ ഇതിൽ കുറച്ച് കളർ കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ മുളക് പൊടിയായിട്ട് ഇടാത്തത് കൊണ്ട് ഇതിനൊരു കളറിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതൊന്നും കൂടി കാണാനുള്ളൊരു ഭംഗി കൂടി വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാം ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. മസാലയുടെയൊക്കെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഞാൻ കുറച്ച് വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുത്തതാണ്. അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു നെല്ലിക്ക പരുവോ ഇല്ല, അതിനേക്കാളും കുറച്ച് എടുത്തിട്ടുള്ളൂ. പുളിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ പരുവത്തിലായിട്ടുണ്ട്. അതിപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പ് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ചും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്ത് 2 ടീസ്പൂൺ എണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയും മീനും കൂടെ ഒരു വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതിനാദ്യമായിട്ട് വാഴൻ്റെ ഇലയിൽ ഞാൻ മസാല കുറച്ച് പരത്തിയിടുന്നുണ്ട്. ഈ മീൻ കവർ ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത മീൻ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കണം. ഈ മീനിൻ്റെ കംപ്ലീറ്റ് ഭാഗവും ഈ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ വെക്കാൻ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് അതേപോലെ തന്നെ മേലേക്കും കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്യണം. ഇത് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ പൊതിഞ്ഞു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നീളത്തിലുള്ള വാഴൻ്റെ ഇല തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ അത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഴൻ്റെ ഇല എടുത്തേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കെട്ടി കൊടുക്കുക ചെയ്യാം. അതിൽ നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഇങ്ങനെ കെട്ടി കൊടുക്കാം.
വെച്ചതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. നന്നായിട്ട് ചൂടായ ഒരു പാനിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഈ മീൻ വെച്ച് കൊടുക്കാം. ചെറിയൊരു ചൂടിൽ 15 മിനിറ്റ് നേരം 2 സൈഡും ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ചൂട് മതി. 15 മിനിറ്റ് ആകുമ്പോൾ ഈ പരുവത്തിലാവും. വാഴൻ്റെ നന്നായിട്ട് വാടിയിട്ടുണ്ടാവും. നല്ല നാടൻ വിഭവമായ ആവോലി പൊള്ളിച്ച് തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട് ഇതിന്. നല്ല ചൂടോടുകൂടെ തന്നെയാണ് ഇത് സെർവ് ചെയ്യേണ്ടതും. ഇതുപോലെ മസാലേൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടായിരിക്കും ഇതുണ്ടാവുക. ചോറിലേക്കും ചപ്പാത്തിയിലേക്കും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.